അസ്സലാമലൈക്കും എല്ലാവർക്കും മൂസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയായിട്ടാണ് ഇത്. ദോശയ്ക്കൊപ്പം അതുപോലെ തന്നെ ഇഡ്ഡലി, അതുപോലെ തന്നെ നമുക്ക് ഉഴുന്നുവട, അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിടു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് തൊട്ട് താഴെയായിട്ടൊന്ന് സബ്സ്ക്രൈബ് എന്നിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 4 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അധിക സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ തക്കാളി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉപ്പൊക്കെ അതിൻ്റെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതാ ഇതിലോട്ട്, ഇത് ഓപ്ഷണലാണ്, കടുകൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമില്ല, ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇത്. ദോശയ്ക്കൊക്കെ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഞാൻ എനേബിൾ ചെയ്തിട്ട് ഓൾ വേണം കൊടുക്കാനായി. എങ്കിലേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സ്റ്റേ ട്യൂൺ, താങ്ക്സ് ഫോർ വാച്ചിങ്. Assalamualaikum.